ഹലോ ഗൈസ്, അപ്പോൾ ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണിത്. ഇത് കഴിഞ്ഞ വർഷം ഞാൻ എടുത്തു വെച്ചിരുന്നൊരു വീഡിയോ ആണ്. എനിക്കൊരാൾ, എൻ്റെ പ്രിയപ്പെട്ട ഒരാൾ സർപ്രൈസ് ചെയ്തൊരു ഗിഫ്റ്റാണ്. സത്യം പറഞ്ഞാൽ ജനിച്ചിട്ട് ഇന്നേ വരെ എനിക്കങ്ങനെ സർപ്രൈസസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ എൻ്റെ ബർത്ത്ഡേസ് ആണെങ്കിലും എൻ്റെ വീട്ടിൽ മുടങ്ങാതെ ആഘോഷിച്ച് വരുന്നൊരു ചടങ്ങാണ്. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ സർപ്രൈസ്, ഒരു വാച്ച്, ഒരു സ്മാർട്ട് വാച്ച്. എൻ്റെ വാച്ച് ചീത്തയായിട്ട് ഒരുപാട് നാളായിരുന്നു. അപ്പം ഞാൻ ഏട്ടനോട് പറയുന്ന ഏട്ടാ എൻ്റെ വാച്ച് ചീത്തയായിട്ട് കുറേ നാളായി എന്ന് പറയാൻ. അങ്ങനെ ഏട്ടൻ ചെന്ന് വാങ്ങി എനിക്കൊരു സ്മാർട്ട് വാച്ച് ആദ്യമായിട്ട് വാങ്ങിത്തരികയാണ്. അപ്പം ഞാൻ ഇതുവരെയായിട്ട് സ്മാർട്ട് വാച്ചും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇത് പൊട്ടിക്കുമ്പോഴുള്ള ഹാപ്പിനെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെയാണ് ഇതെനിക്ക് ഏട്ടൻ വാങ്ങി തന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും എക്സ്പെക്റ്റ് ചെയ്യാതെ നടക്കുന്ന കാര്യങ്ങളാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. എക്സാമ്പിൾ ഈ യൂട്യൂബ് ചാനൽ തന്നെ. അങ്ങനെ ഞാൻ എന്നോട് പറയാണ് ഇതൊന്ന് കെട്ടിത്തരുമോ. ആൾ ഭയങ്കര ഷൈനെസ് ഉള്ള ആളാണ്. പുള്ളിക്ക് ഇങ്ങനെ അങ്ങനെയൊന്നും കെട്ടിത്തരിക അങ്ങനെയൊന്നും എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിയൊക്കെ തരും, തനിയൊക്കെ കെട്ടിക്കോണം അങ്ങനെയാണ്. കെട്ടിത്തരാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷേ ഈ വീഡിയോയിലൊക്കെ വരാൻ ഭയങ്കര ഒരു ചമ്മലുള്ള പുള്ളിയാണ്. പുള്ളിക്ക് അങ്ങനെ വീഡിയോ ചെയ്യാനോ അങ്ങനെയൊന്നും താല്പര്യമില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നതിൽ എന്നോട് എതിർപ്പും ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. അങ്ങനെ എനിക്ക് പ്ലീസ് കൊഞ്ചി ഞാൻ അങ്ങനെ കുഞ്ഞു കുട്ടികളെ പോലെ വാശി പിടിച്ച് എനിക്കത് പുള്ളി ഇട്ട് തരണമെന്ന് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ സ്മാർട്ട് വാച്ച് കിട്ടി. ഭയങ്കര സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരു വൻ സർപ്രൈസായിട്ടാണ് വന്നത്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഏട്ടനാണ് ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസുകൾ തരുന്നത് കേട്ടോ. വേറെ ആരും എനിക്കങ്ങനെ സർപ്രൈസ് ഒന്നും തന്നിട്ടില്ല. ഇതാണ് എൻ്റെ ഏട്ടൻ, കൊരങ്ങൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, ഇതിങ്ങനെ ചെയ്യണം, ഇതങ്ങനെ ചെയ്യണം കൺമണി എന്നൊക്കെ. എനിക്കിതിൻ്റെ ABCD അറിയില്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം.